ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ശരീരം അഴുകിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിക്ക് അത് അജയനാണെന്ന് എന്താ ഉറപ്പ്? അല്ല, അതിന് താനത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ടെൻഷൻ ആവണം സച്ചേട്ടാ. അജയൻ എന്ന് സംശയം തോന്നിക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്നും ഷർട്ടിൽ കുടുങ്ങിയൊരു മാലയുടെ ഫോട്ടോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ആ മാല എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അജയന്റെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ നമ്മൾ എങ്ങനെ അറിയാന്? അതൊക്കെ അവന്റെ വീട്ടുകാരോടല്ലേ ചോദിക്കേണ്ടത്? മാല അജയന്റേതല്ല സച്ചേട്ടാ, ധനുഷിന്റെയാ. ധനുഷിന്റെ? അതെ, അനക കണ്ടിട്ട് പറഞ്ഞു അത് ധനുഷിന്റെ ആന്ന്. അതാ എനിക്ക് ടെൻഷൻ. നമ്മുടെ സംശയം ശരിയാവുകയല്ലേ ചെയ്തേ? ധനുഷിന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് നമ്മുടെ സംശയം. അവന്റെ അടുത്തേക്കും ധനുഷിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമല്ല. അത് പോലീസ് കണ്ടുപിടിച്ചതല്ല. ഇനിയുള്ള ACPയുടെ അന്വേഷണം ആ മാലയെ ചുറ്റിപ്പറ്റിയാവും. ധനുഷിന്റെ മാലയെന്ന് നമുക്ക് ഏകദേശം ഉറപ്പുള്ള സ്ഥിതിക്ക് പാറക്കോരയിൽ അടിഞ്ഞ ബോഡി അജയന്റേതാണെന്നുള്ള കാര്യം ഉറപ്പാ. അത് പോലീസ് തിരിച്ചറിഞ്ഞ് മാലയായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവര് തിരക്കി വരുന്നത് ധനുഷിനെയായിരിക്കും. ഇത് എന്റെ മാലയല്ലെന്നോ ഇതുപോലത്തെ ധാരാളം മാലകൾ ഉണ്ടെന്നും പറഞ്ഞ് അവര് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. തെളിവില്ലാത്തതിനാൽ നമ്മുടെ ഊഹങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. പിന്നീടുണ്ടാവുന്ന അന്വേഷണത്തില് നമ്മൾ അവനെ അവസാനമായിട്ട് കണ്ടതും ഉപദ്രവിച്ചതും ഒക്കെ പോലീസിന് മനസ്സിലാക്കാൻ പാകത്തിന് എന്തെങ്കിലും തെളിവ് ലഭിച്ചാ ഈ കൊലപാതക കുറ്റം നമ്മുടെ തലയിലേക്ക് വരും. മാലയുടെ അന്വേഷണമായിട്ട് പോലീസ് ഇവിടെ വരുമ്പോ അനഘയെ അജയൻ തട്ടിക്കൊണ്ടുപോയ കഥയെങ്ങാനും അവന്റെ അടുത്ത് പറഞ്ഞ പിന്നെ അനഘ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാവും ACPയുടെ അടുത്ത ചോദ്യം. അങ്ങനെ ACP ചോദിച്ചാ നിരപരാധികളായ നമ്മൾ പ്രതികളായി മാറും. ഞാനും സച്ചേട്ടനും സന്ദീപും മീരയെടുത്ത് ഉൾപ്പെടെ 4 പ്രതികൾ. എല്ലാത്തിനും സാക്ഷിയായിട്ട് അനഘയും. വല്ലാത്തൊരു കുരുക്കില സച്ചേട്ടാ നമ്മൾ പെട്ടിരിക്കുന്നു. അഴിക്കും തോറും കുരുക്ക് മുറുകി വരുന്ന നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന വല്ലാത്തൊരു കുരുക്കില.